കൊമേഴ്സ് ഫോർ എച്ച് എസ് എസ് യൂട്യൂബ് ചാനലിലെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാം വർഷ അക്കൗണ്ടൻസി മൂന്നാം അധ്യായമായ റെക്കോർഡിംഗ് ഓഫ് ട്രാൻസാക്ഷൻ. അവിടെ ജേണൽ എൻട്രി ചെയ്യുമ്പോൾ GST ഉൾപ്പെടുന്ന ട്രാൻസാക്ഷൻസ്, അതായത് പർച്ചേസ് ആൻഡ് സെയിൽസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇവിടെ നമ്മൾ GST ഉൾപ്പെടുന്നത്, അതായത് GST ചാർജ് ചെയ്യുന്നത്. അപ്പോൾ GST ചാർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ട്രാൻസാക്ഷൻ്റെ ജേണൽ എൻട്രികൾ എങ്ങനെ രേഖപ്പെടുത്താം എന്നത് ഒരു ഉദാഹരണത്തിലൂടെ വിവരിക്കുന്ന ഒരു ക്ലാസ്സാണ് ഈ ക്ലാസ്. എല്ലാവരും ക്ലാസ് മുഴുവനായിട്ടും കാണുക. Record necessary journal entries assuming CGST at 5% and SGST at 5% on all transactions are occurred within Delhi. ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത് CGST and SGST. CGST എന്നത് സെൻട്രൽ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. SGST ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. അത് നമ്മളിപ്പോൾ സാധനങ്ങൾ വാങ്ങുകയോ സാധനങ്ങളോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ്. അപ്പോൾ നേരത്തെ പല ടാക്സുകളായിരുന്നു, അതെല്ലാം കൂടി ഏകീകരിച്ചുകൊണ്ട് ഇപ്പോഴെന്തായി ഒരു ടാക്സായി മാറിയിരിക്കുകയാണ്. അതാണ് CGST GST ടാക്സ്. അപ്പോൾ GST രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണ്, CGST ആൻഡ് SGST. അതായത് ടാക്സിൻ്റെ പകുതി 5% സെൻട്രൽ ഗവൺമെൻറ്റും 5% സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ് ലഭിക്കുന്നത്. അപ്പോൾ അതാണ് 5% CGST എന്നത് സെൻട്രൽ GST ആണ്, 5% SGST ആണ് സ്റ്റേറ്റ് GST ആണ്. അപ്പോൾ ഓരോ ട്രാൻസാക്ഷൻ, ഇപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്നതിന് ഇൻപുട്ട് GST എന്ന് പറയും. അപ്പോൾ നമ്മൾ സാധനം വിൽക്കുമ്പോൾ ആണെങ്കിൽ നമ്മൾ വി ഹാവ് ടു കളക്ട് ടാക്സ് ഫ്രം ദ കസ്റ്റമർ. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ വി ആർ പേയിങ് ടാക്സ്, വി ആർ ഇൻപുട്ടിങ് ടാക്സ്. നമ്മൾ ഇൻപുട്ട് ചെയ്യാം, ടാക്സിലേക്ക് ഇൻപുട്ട് ചെയ്യാം. മറ്റേത് നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് ചെയ്യുന്നു, വി ഹാവ് ടു കളക്ട് ടാക്സ് ഫ്രം ദ കസ്റ്റമർ. സോ ദാറ്റ് ഈസ് കോൾഡ് ഔട്ട്പുട്ട് GST. അപ്പോൾ ഇൻപുട്ട് GSTയും ഔട്ട്പുട്ട് GSTയും. അപ്പോൾ ഇൻപുട്ട് നമ്മൾ ടാക്സ് അങ്ങോട്ടേക്ക് അടക്കുന്നതാണ് ഇൻപുട്ട്, കസ്റ്റമേഴ്സ് നിൽക്കുന്ന നമ്മൾ ഇങ്ങോട്ട് ടാക്സ് കളക്ട് ചെയ്യുന്നതാണ് ഔട്ട്പുട്ട് GST. അപ്പോൾ നമ്മൾ എത്ര പൈസയാണോ, അപ്പോൾ നമ്മളിപ്പോൾ സാധനം വിറ്റ സാധനത്തിനാണ് നമ്മൾ ശരിക്കും ടാക്സ് ഗവൺമെൻറ്റിലേക്ക് അടക്കുന്നത്. അപ്പോൾ ഈ ഇൻപുട്ട് GSTയും ഔട്ട്പുട്ട് GSTയും തമ്മിലുള്ള വ്യത്യാസമാണ് ലാസ്റ്റ് എന്ത് ചെയ്യുന്നത്, അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതായത് ഒരു ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നു, ആ ബിസിനസ് സ്ഥാപനത്തിൻ്റെ ഇൻപുട്ട് GSTയും ഔട്ട്പുട്ട് GSTയും തമ്മിലുള്ള വ്യത്യാസം എടുക്കും. It is transferred to a separate account which is called electronic cash ledger account. അതിലൂടെ എന്ത് ചെയ്യുന്നു, ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആണ്. ഇലക്ട്രോണിക് ട്രാൻസ്ഫർ ആകുമ്പോൾ ആ അക്കാഡമിക് നല്ല ഫിനാൻഷ്യൽ ഇയറിൻ്റെ എൻഡിൽ എന്ത് ചെയ്യുന്നു, ഈ രണ്ട് GST തമ്മിലുള്ള വ്യത്യാസം, ഇൻപുട്ടും GSTയും ഔട്ട്പുട്ട് GSTയും തമ്മിലുള്ള വ്യത്യാസമാണ്. ചിലപ്പോൾ നമ്മൾ കൂടുതൽ പൈസ ഇൻപുട്ട് അടച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടും. ഇത് നമ്മൾ ഇൻപുട്ട് അടച്ചത് കുറവും ഔട്ട്പുട്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യാം, അത്രയും പൈസ നമ്മൾ അങ്ങോട്ടേക്ക് പേ ചെയ്യണം. ഇവിടെ നോക്കാം നമുക്ക്. ശോഭിത്ത് ബ്രോട്ട് ഗുഡ്സ് ₹1 lakh ഓൺ ക്രെഡിറ്റ്. അപ്പോൾ 1 lakh rupeesൻ്റെ ഗുഡ്സ് ആര് വാങ്ങിച്ചു, ശോഭിത്ത് വാങ്ങിച്ചു അല്ലേ. അപ്പോൾ ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ നമ്മൾ ഏതൊക്കെ അക്കൗണ്ട് വരിക, ശോഭിത്ത് ബോട്ട് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്, ഓൺ ക്രെഡിറ്റ് എന്ന് പറഞ്ഞത്. ക്രെഡിറ്റ് എന്താണ്, ക്യാഷ് വരുമോ? ഇല്ല. അപ്പോൾ ക്രെഡിറ്റേഴ്സിൻ്റെ പേര് എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ടാവും. ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ക്രെഡിറ്റേഴ്സിൻ്റെ പേര് തരാറുണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എടുക്കുക. ഞാനിവിടെ പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റിന് മാത്രമേ പറ്റൂ. ഫ്രം ഹോം, ആരിൽ നിന്ന് വാങ്ങിച്ചു എന്ന് കൃത്യമായി പേര് പറയാറുണ്ട്. പക്ഷേ ക്രെഡിറ്റാന്ന് പറഞ്ഞിട്ടുണ്ട്, കടമായിട്ടാണ് വാങ്ങിച്ചത്. പക്ഷേ ആരൊക്കെ കടമായിട്ട് വാങ്ങിച്ചു എന്ന് പേര് പറ്റില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, കോമൺ ആയിട്ടുള്ള ഒരു പേരെടുക്കുക, ക്രെഡിറ്റേഴ്സ്. കാരണം അതായത് നമ്മൾ സാധനം വാങ്ങിച്ച് പൈസ കൊടുത്തില്ലല്ലോ, പൈസ കൊടുക്കാനുള്ള ആളുകളെ നമ്മൾ എന്താ വിളിക്കുന്നത്, ക്രെഡിറ്റേഴ്സിന് വിളിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിന്ന് ഇവിടെ രണ്ട് അക്കൗണ്ട്, ഒന്ന് പർച്ചേസ് അക്കൗണ്ടും പിന്നെ ഒന്ന് ക്രെഡിറ്റേഴ്സ് അക്കൗണ്ടാണ്. ഇനി നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ വി ഹാവ് ടു പേ ടാക്സ് അല്ലേ. നമ്മൾ എന്ത് ചെയ്യണം നോക്കോ, പർച്ചേസ് അക്കൗണ്ട് എന്ത് ചെയ്യണം, സാധനം വാങ്ങിച്ചപ്പോൾ പർച്ചേസ് ഗുഡ്സ് അല്ലേ, ഗുഡ്സ് വാങ്ങിച്ചപ്പോൾ പർച്ചേസ് അക്കൗണ്ടാണ്. പർച്ചേസ് എന്ന് പറഞ്ഞാൽ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് കൂടും അല്ലേ. എക്സ്പെൻസ് കൂടുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. എക്സ്പെൻസ് അക്കൗണ്ട് കൂടുന്നതുകൊണ്ട് പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. ഇനി ക്രെഡിറ്റേഴ്സ്, നമ്മൾ പൈസ കൊടുക്കാനുള്ളതാണ് ക്രെഡിറ്റർ അല്ലേ. അപ്പോൾ ക്രെഡിറ്റർക്ക് പൈസ കൊടുക്കാനുള്ളത് നമ്മൾ ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട് എന്ത് ചെയ്യുന്നു, ലയബിലിറ്റി ആയതുകൊണ്ട് ലയബിലിറ്റി കൂടും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇറ്റ് ഈസ് ക്രെഡിറ്റ്. ഇത് നമ്മൾ വാങ്ങിക്കുമ്പോൾ, സാധനം വാങ്ങിക്കുമ്പോൾ ഇപ്പോൾ 1 ലക്ഷം രൂപയുടെ സാധനം വാങ്ങിച്ചത് അല്ലേ. അപ്പോൾ 5% CGST, 5% SGST.
അപ്പോൾ നമ്മൾ ഇൻപുട്ട് അത് നമ്മളതിന് എന്ത് ചെയ്യണം, ഒരു 1,00,000 രൂപയ്ക്ക് 5% നമ്മൾ ടാക്സ് കൊടുക്കണം. 1,00,000 രൂപേൻ്റെ 5% എന്ത് ചെയ്യണം, ഇൻപുട്ട് GST യും ഇൻപുട്ട് SGST രണ്ട്. അപ്പോൾ 5 എന്ത് ചെയ്യണം ടാക്സ് കൊടുക്കും. അപ്പോൾ 10,000 രൂപ ടാക്സ് കൊടുക്കണം. അപ്പോൾ 10,000 5,000 രൂപ എന്ത് ചെയ്യും, ഇൻപുട്ട് CGST ആണ്. CGST മീൻസ് സെൻട്രൽ ഗവൺമെൻറ് ടാക്സ് ആണ്. SGST ആണ് സ്റ്റേറ്റ് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണ്. അപ്പോൾ ഇൻപുട്ട് അതായത് നമ്മളിപ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ടാക്സിന് ഇൻപുട്ട് എന്ന് പറയും. അപ്പോൾ സർവീസ് നമ്മളിപ്പോൾ സർവീസ് വാങ്ങിക്കുകയാണ്, സർവീസിന് കൊടുക്കുന്ന ടാക്സിന് ഇൻപുട്ട് എന്ന് പറയും. ഇവിടെ നമ്മൾക്ക് വരുന്ന അക്കൗണ്ട് ഒന്ന് പർച്ചേസ് അക്കൗണ്ടാണ്. പിന്നെ ഇൻപുട്ട് CGST അക്കൗണ്ട് വരും. അതുപോലെ ഇൻപുട്ട് SGST അക്കൗണ്ട്, ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ നമ്മൾ ജേർണലിൽ വരുന്ന ശ്രദ്ധിക്കാം. സാധനം വാങ്ങിച്ച പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യുന്നു. പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ 1 lakh. ഇത് നമ്മളെന്താ ഇൻപുട്ട് GST നമ്മൾ കൊടുക്കണം. ഇൻപുട്ട് CGST യും ഇൻപുട്ട് SGST നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടതാണ് അല്ലേ. ടാക്സ് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. സാധനം വാങ്ങിക്കും അതിൻ്റെ കൂടെ നമ്മൾ ടാക്സിൻ്റെ എമൗണ്ട് കൂടി കൊടുക്കണം. സോ ഇറ്റ് ഈസ് എ എക്സ്പെൻസ് പോലെ തന്നെയാണ്. മറ്റുള്ള എക്സ്പെൻസ് പോലെ തന്നെ ഒരു എക്സ്പെൻസ് ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. ഇപ്പോൾ എക്സ്പെൻസ് ഇവിടെ ഉണ്ടാവും. ടാക്സ് നമ്മൾ പേ ചെയ്യുന്ന സമയത്ത് അത് നമ്മൾ വാങ്ങിക്കുന്ന സാധനത്തിന് അല്ലെ ബിസിനസ്സിലേക്ക് വാങ്ങിക്കുന്ന സാധനത്തിന് എന്ത് ചെയ്യണം, ബിസിനസ്മാൻ ഹാസ് ടു പേ ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST. അപ്പോൾ നമ്മൾ ടാക്സ് കൊടുക്കുന്നതുകൊണ്ട് ആ ടാക്സിനെ എന്ത് ചെയ്യുക, എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പെൻസ് നമ്മൾ എന്ത് ചെയ്യുക, സാധാരണ എക്സ്പെൻസ് പോലെ തന്നെ ഇൻക്രീസ് ചെയ്യുന്നത് എക്സ്പെൻസ് ഡെബിറ്റ് ചെയ്യും. അപ്പോൾ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 5,000, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 5,000 ടു ക്രെഡിറ്റേഴ്സ് 1,10,000. ഇപ്പോൾ നമ്മൾ നെഗേഷൻ ചെയ്ത് ഗുഡ്സ് ബോട്ട് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കുക, ഗുഡ്സ് വാങ്ങിക്കുമ്പോൾ വി ഹാവ് ടു പേ ടാക്സ്. ഇപ്പോൾ ടാക്സ് വരുന്ന സമയത്ത് പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ്. അപ്പോൾ ഇത് നമ്മൾ സെയിം സ്റ്റേറ്റിലാണ്, ഒരേ സ്റ്റേറ്റിൽ തന്നെ വാങ്ങിക്കുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ എന്ത് ചെയ്യുക, ഇൻപുട്ട് CGST യും ഇൻപുട്ട് SGST യും വരുന്നത്. ഡിഫറെൻറ്റ് സ്റ്റേറ്റിൽ വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ പിന്നീട് പഠിക്കാം. അത് വ്യത്യസ്തമായ രീതിയിലാണ് വരുന്നത്, അത് നമുക്ക് പിന്നീട് പഠിക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഓൺ ഡൽഹി നേരത്തെ പറഞ്ഞ ട്രാൻസാക്ഷൻസ് ഓൺ ഡൽഹിന് അതായത് ഒരു സ്റ്റേറ്റിൻ്റെ അകത്ത് നിന്ന് തന്നെ എന്ത് ചെയ്യാം, വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പം ഉപയോഗിക്കുന്ന ടേമാണ് ഇൻപുട്ട് CGST ആൻഡ് ഇൻപുട്ട് SGST. അപ്പോൾ സാധനം വാങ്ങിക്കുമ്പോൾ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ ടു ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ ടു ക്രെഡിറ്റേഴ്സ് അക്കൗണ്ട്. അപ്പോൾ 1,00,000 രൂപ സാധനം വാങ്ങിച്ചു, അതിൽ 5% ഇൻപുട്ട് CGST യും 5% SGST യും അടച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, 5,000 ഡെബിറ്റ് ചെയ്തത് ടാക്സ്. അത്രയും ടാക്സ് നമ്മൾ അടച്ചു. രണ്ടാമത്തെ ട്രാൻസാക്ഷൻ നോക്കാം. സോൾഡ് ഗുഡ്സ് ദം ഫോർ ₹1,35,000 ഇൻ ദ സെയിം സ്റ്റേറ്റ് ഓൺ ക്രെഡിറ്റ്. ഹി സോൾഡ് ദം ഫോർ ₹1,35,000, 1,35,000 രൂപയുടെ സാധനം വിറ്റു. ഓൺ ദ സെയിം സ്റ്റേറ്റ് ആണ്, ഓൺ ക്രെഡിറ്റ് ആണ് അല്ല, ക്രെഡിറ്റ് ആയിട്ട് വിറ്റത്. അപ്പോൾ ക്രെഡിറ്റ് ആയിട്ട് വിൽക്കുമ്പം നമ്മൾ ആർക്കാണ് വിറ്റതെന്ന് അറിയില്ല. പക്ഷേ വിറ്റ ആൾക്കാർ പൈസ കൊടുക്കാനുള്ള പൈസ നമുക്ക് കിട്ടാനില്ല. സാധനം നമ്മൾ വിറ്റു, പൈസ കിട്ടിയില്ല. കിട്ടാനുള്ള ആൾക്കാർ നമ്മൾ എന്താ പറയുക, ഡെറ്റേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ ഒന്ന് ഡെറ്റേഴ്സ് അക്കൗണ്ട് ആണ്, മറ്റേത് ഏത് അക്കൗണ്ട് വരും, സെയിൽസ് അക്കൗണ്ട്. അപ്പോൾ 2 അക്കൗണ്ടാണ്, ഒന്ന് സെയിൽസ് അക്കൗണ്ടും ഒന്ന് ഡെറ്റേഴ്സ് അക്കൗണ്ടാണ്. പിന്നെ അത് കൂടാതെ ഇപ്പോൾ നമ്മളിപ്പോൾ സാധനം വിൽക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിന് എടുക്കുന്ന CGST SGST കളക്ട് ചെയ്യും. അപ്പോൾ കളക്ട് ചെയ്തതിന് നമ്മൾ പറയുന്നതാണ് ഔട്ട്പുട്ട് CGST ആൻഡ് ഔട്ട്പുട്ട് SGST. അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കുമ്പോൾ നമ്മൾ കൊടുക്കുന്നത് ഇൻപുട്ട് CGST ഇൻപുട്ട് SGST ആണ്. പക്ഷേ സാധനം വിൽക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് വരുന്നത്. എന്ത് ചെയ്യുക, വി ഹാവ് ടു പേ ടാക്സ് അല്ലേ. ടാക്സ് നമ്മൾ കളക്ട് ചെയ്തു, പക്ഷേ എന്തില്ല, അത് ഗവൺമെൻറ്റിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അത് ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ലയബിലിറ്റി ആയത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് ചെയ്യും. വി ഹാവ് കളക്റ്റഡ് ടാക്സ് ഫ്രം ദ കസ്റ്റമേഴ്സ് ബട്ട് ഇറ്റ് ഹാസ് നോട്ട് to be paid to the government. It will be paid later. ഇപ്പോൾ സെയിൽസ് നമ്മൾ സാധനം വിൽക്കുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് എടുക്കുന്ന കളക്ട് ചെയ്യുന്ന ടാക്സിനാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് CGST, അതുപോലെ തന്നെ ഔട്ട്പുട്ട് SGST. അപ്പോൾ അതെന്താണ്, ഗവൺമെൻറ്റിലേക്ക് അടക്കുന്ന ടാക്സ് ആണ്. നമ്മൾ കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മൾ കൊടുക്കാത്തത് കൊണ്ട് എന്താണ്, നമ്മളത് വാങ്ങി വെച്ചു, ഗവൺമെൻറ്റിലേക്ക് കൊടുക്കാനുള്ള ഒരു എമൗണ്ടാണ്, അത് വാങ്ങി വെച്ചതുകൊണ്ട് ഇറ്റ് ഈസ് എ ലയബിലിറ്റി. ലയബിലിറ്റിയാണ്, ലയബിലിറ്റി വിൽ ഇൻക്രീസ്. സോ ഔട്ട്പുട്ട് ടാക്സ് വിൽ ബി ക്രെഡിറ്റഡ്. ഇപ്പോൾ ഇൻപുട്ട് ടാക്സ് ഡെബിറ്റ് ചെയ്യണം, ഔട്ട്പുട്ട് ടാക്സ് ക്രെഡിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ജേർണലിൽ വരുന്നത് ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ 1,48,500 ടു സെയിൽസ് അക്കൗണ്ട് 1,35,000. ഇപ്പോൾ 1,35,000ൻ്റെ 5% ആണ്
ഔട്ട്പുട്ട് CGST വരുന്നത് ഔട്ട്പുട്ട് CGST 6750, 1,35,000 5% എടുക്കുക. അതുപോലെ ടു ഔട്ട്പുട്ട് SGST 1,35,000 5%, 6,750. സോൾഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ്. അപ്പോൾ സാധനം വിൽക്കുമ്പോൾ ഡെറ്റേഴ്സ് അക്കൗണ്ട് ഡെറ്റർ ടു സെയിൽസ് അക്കൗണ്ട് ടു ഔട്ട്പുട്ട് CGST ടു ഔട്ട്പുട്ട് SGST. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നതേ ഉള്ളൂ, നമ്മൾ സാധനം വാങ്ങിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും സേവനമോ സാധനമോ നമ്മൾ വാങ്ങിക്കുകയാണെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ടാണ് കൊടുക്കുന്നത്. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. സാധനം വിൽക്കുമ്പോൾ നേരെ തിരിച്ചാണ് ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST ഡെബിറ്റ് ചെയ്യണം. ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും ക്രെഡിറ്റ് ചെയ്യണം. നെക്സ്റ്റ് തേർഡ് കൊണ്ട് നോക്കാം. ഹി പെയ്ഡ് റെയിൽവേ ട്രാൻസ്പോർട്ട് ₹8,000. ഇപ്പോൾ റെയിൽവേ ട്രാൻസ്പോർട്ട് ഇസ് എ സർവീസ്, സേവനം അല്ലേ. ഇപ്പോൾ നമുക്ക് അവിടെ വരുന്ന അക്കൗണ്ട് ട്രാൻസ്പോർട്ട് ചാർജസ് അക്കൗണ്ട്, എക്സ്പെൻസ് ആണ് റെയിൽവേ ട്രാൻസ്പോർട്ട്. റെയിൽവേ ട്രാൻസ്പോർട്ട് നമ്മളെ ഒരു എക്സ്പെൻസ് ആയിട്ട് വരുന്ന എക്സ്പെൻസ് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്പെൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു അല്ലേ. പിന്നെ പൈസ കൊടുക്കുന്നത് അതിൻ്റെ ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുന്നു. പൈസ നമ്മുടെ ബാങ്ക് ബാലൻസ് കുറയും. ഇപ്പോൾ ബാങ്ക് ബാലൻസ് കുറഞ്ഞാൽ അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട്, ബാങ്ക് ബാലൻസ്, ബാങ്ക് അക്കൗണ്ട് ഏതെങ്കിലും ഒരു അക്കൗണ്ട് കൊടുക്കാം. നമ്മൾ ഇവിടെ ബാങ്ക് അക്കൗണ്ടാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചാർജസ് ഈസ് എൻ എക്സ്പെൻസ്. നമ്മൾ ഈ എക്സ്പെൻസിന് എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ടാക്സ്. നമ്മൾ പറഞ്ഞത് ഇവിടെ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, സാധനങ്ങൾക്കും സേവനങ്ങൾക്കും നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ടാക്സ് ടു ദ ഗവൺമെൻറ്. സാധനം വാങ്ങിക്കുമ്പോൾ മാത്രമാണ് നേരത്തെ പണ്ട് കാലങ്ങളിൽ ടാക്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ GST വന്നുകൊണ്ടാണ് സർവീസിന് കൂടി ടാക്സ് ചാർജ് ചെയ്യുന്ന അവസ്ഥ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഏത് സേവനം വാങ്ങിച്ചാലും അല്ലെങ്കിൽ നമ്മൾ ഏത് സർവീസ് വാങ്ങിച്ചാലും ഇപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ട് ചാർജ്, ട്രാൻസ്പോർട്ട് ഈസ് എ സർവീസ്. നമ്മൾ ആ ട്രാൻസ്പോർട്ട് സർവീസ് ഉപയോഗിച്ചത് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചാർജ് കൊടുക്കുന്നത്. അപ്പോൾ ചാർജ് കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ടാക്സ്. അപ്പോൾ അങ്ങനെ നമ്മൾ ടാക്സ് അങ്ങോട്ട് കൊടുക്കുന്നത് ഇറ്റ് ഈസ് കോൾഡ്, നേരത്തെ പറഞ്ഞ ഇൻപുട്ടാണ്. അപ്പോൾ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST വരും. അപ്പോൾ ഇറ്റ് ഈസ് എ എക്സ്പെൻസ് ആയതുകൊണ്ട് നമ്മളത് ഡെബിറ്റ് ചെയ്യുന്നു. നമ്മൾ ക്യാഷ് ബാലൻസ് കുറയുന്നത് ക്യാഷ് അക്കൗണ്ട് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യും. ഇപ്പോൾ ജേർണലിൽ വരുന്നത് ഇപ്പോൾ ജേർണൽ ട്രാൻസ്പോർട്ട് ചാർജസ് അക്കൗണ്ട് ഡെറ്റർ എമൗണ്ട് 8,000. ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ, അപ്പോൾ അതിൻ്റെ 5% എടുക്കുക, 400. ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 5%, ഇപ്പോൾ 400. ടു ബാങ്ക് അക്കൗണ്ട് 8,800. ഇപ്പോൾ ട്രാൻസ്പോർട്ട് ചാർജസ് പെയ്ഡ്. അപ്പോൾ എല്ലാ എക്സ്പെൻസിനും നമുക്ക് എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ടാക്സ്. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ എന്തൊക്കെ സർവീസ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടോ അല്ലെങ്കിൽ എന്തൊക്കെ സർവീസ് നമ്മൾ പൈസ അടക്കുന്നുണ്ടോ ആ സർവീസിനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു പേ ടാക്സ്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചാർജസ്, അത് ട്രാൻസ്പോർട്ടിനുള്ള ഒരു സർവീസ് നമ്മൾ ഉപയോഗിച്ചത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചാർജസ് അടക്കുന്നത്. അപ്പോൾ ട്രാൻസ്പോർട്ട് ചാർജ് ഈസ് എ സർവീസ്, ട്രാൻസ്പോർട്ട് ഈസ് എ സർവീസ്. അപ്പോൾ ആ സർവീസ് നമ്മൾ വി ഹാവ് ടു പേ ടാക്സ്. അപ്പോൾ എല്ലാം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ടാക്സ് ഒക്കെ ഇൻപുട്ടാണ് വരുന്നത്. ഇറ്റ് ഈസ് എ എക്സ്പെൻസ് ആണ്, നമുക്ക് ചിലവാണ് ബിസിനസ്. ഈ നാലാമത് നോക്കാം. ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിച്ചു അല്ലേ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിച്ചപ്പോൾ നമുക്ക് ഏതൊക്കെ അക്കൗണ്ട് വരും, ബോട്ട് കമ്പ്യൂട്ടർ പ്രിൻ്റർ ഫോർ ₹10,000. അപ്പോൾ എന്താ വാങ്ങിച്ചത്, കമ്പ്യൂട്ടർ പ്രിൻ്റർ. അപ്പോൾ കമ്പ്യൂട്ടർ പ്രിൻ്റർ എന്താണ്, അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, ക്യാപിറ്റൽ ആണോ, എക്സ്പെൻസ് ഓർ ഇൻകം? അസറ്റ്. അസറ്റിന്റെ വാല്യൂ എന്താവും, കൂടുകയോ കുറയോ, ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഏത് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം, നമ്മൾ കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിച്ചു, ക്യാഷ് ട്രാൻസാക്ഷൻ ആണോ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ആണോ, ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ? ക്യാഷ്. ഗുഡ്, ക്യാഷ്. അപ്പോൾ ഒന്നുകിൽ ക്യാഷ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ. ഇനി കമ്പ്യൂട്ടർ പ്രിൻ്റർ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താണ്, അസറ്റ് വാങ്ങിക്കുമ്പോൾ വി ഹാവ് ടു പേ ടാക്സ് കൊടുക്കണം. അപ്പോൾ ടാക്സ് കൊടുക്കുമ്പോൾ നമ്മൾ ഏത് GST ആണ്, ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ? ഇൻപുട്ട്. അപ്പോൾ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST വരും അല്ലേ. 10,000-ന്റെ 5% എടുക്കാം. 10,000-ന്റെ 5%. അപ്പോൾ നമുക്ക് ഏതൊക്കെ അക്കൗണ്ട് വരുന്നത് നോക്കാം. എന്തൊക്കെ വരുന്നത്, കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം. പിന്നെ ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം അല്ലേ.
അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക, എപ്പോഴും നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുമ്പം എന്താ ഇൻപുട്ടാണ്, നമ്മൾ സാധനങ്ങളോ സേവനങ്ങളോ വിൽക്കുമ്പം ഔട്ട്പുട്ടാണ്. അങ്ങനെ ഓർമ്മിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? നമ്മൾ ഒരു സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST. ഈ സാധനങ്ങൾ വിൽക്കുകയോ അല്ല സേവനങ്ങളോ വിൽക്കുന്നതാണെങ്കിൽ എന്ത് ചെയ്യുക, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ഇൻപുട്ട് GST അക്കൗണ്ട് എന്ത് ചെയ്യണം, ഡെബിറ്റ് ചെയ്യണം. ഔട്ട്പുട്ടാണ് ക്രെഡിറ്റ് ചെയ്യണം. ആ രീതിയിൽ നിങ്ങൾ ഓർമ്മിച്ചാൽ മതി. അപ്പോൾ ഞാൻ ജനറലി കമ്പ്യൂട്ടർ പ്രിൻ്റർ അക്കൗണ്ട് ഡെറ്റർ 10,000, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 10,000 5% എടുക്കാം, അപ്പോൾ 500. ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 500. ടു ബാങ്ക് അക്കൗണ്ട് 11,000. അപ്പോൾ നമ്മളിവിടെ ബാങ്ക് അക്കൗണ്ട് എടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ലാസ്റ്റ് വരുന്ന, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ഇപ്പം ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടാക്സ് അങ്ങോട്ട് അടക്കുന്നതാണ്, ഔട്ട്പുട്ട് എന്ന് നമ്മൾ കസ്റ്റമേഴ്സിലേക്ക് വാങ്ങിയിട്ട് ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ടതാണ്, പിന്നീട് അടക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ ബാലൻസ് വരുന്ന എമൗണ്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കി മാത്രമേ അടക്കേണ്ടതുള്ളൂ. അത് എന്ത് ചെയ്യുക, സാധാരണ ബാങ്ക് അക്കൗണ്ടിലാണ് ട്രാൻസ്ഫർ ചെയ്യുക. കാരണം ഇപ്പോൾ ഓൺലൈൻ ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് ഇതൊക്കെ എന്താണ് അക്കൗണ്ടിലൂടെ സെറ്റ് ചെയ്യുക. നമ്മൾ ഡയറക്റ്റായിട്ട് ക്യാഷ് അടക്കാനോ ഒന്നും പോകുന്നില്ല. ക്ലിയർ അല്ല? അപ്പോൾ അതുകൊണ്ടാണ് ബാങ്ക് അക്കൗണ്ട് ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ലാസ്റ്റ് വൺ പെയ്ഡ് പോസ്റ്റൽ ചാർജസ് ₹2,000. ഇപ്പോൾ ഏതൊക്കെ അക്കൗണ്ട് വരും? എന്താ കൊടുത്തത്? ക്യാഷ്. എന്താ എന്തിനാ വേണ്ടി കൊടുത്തത് നമ്മൾ? പോസ്റ്റൽ ചാർജസ്. അപ്പോൾ ഒരു അക്കൗണ്ട് ഏതാണ്? പോസ്റ്റൽ ചാർജസ്. വൺ അക്കൗണ്ട് ഈസ് പോസ്റ്റൽ ചാർജസ്, മറ്റേ അക്കൗണ്ട് ഏതാണ്? ക്യാഷ് അല്ലെങ്കിൽ ബാങ്ക് അക്കൗണ്ട് അല്ലേ? അപ്പോൾ പോസ്റ്റൽ ചാർജ് എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മൾ എന്താണ്, എക്സ്പെൻസ് ആണോ ഇൻകം ആണോ? എക്സ്പെൻസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇൻപുട്ട് ആണോ ഔട്ട്പുട്ട് ആണോ ടാക്സ്? ഇൻപുട്ട്. അപ്പോൾ ഇവിടെ ഏതൊക്കെ വരും? പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് വരും അല്ലേ, പിന്നെ ഇൻപുട്ട് CGST, ഇൻപുട്ട് SGST, പിന്നെ ബാങ്ക് അക്കൗണ്ട് അല്ല. അപ്പോൾ ഇതുപോലെ നമ്മൾ നോക്കുക, ഓരോ എക്സ്പെൻസ് അല്ലെങ്കിൽ അസറ്റോ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ, ഇൻപുട്ട് ആയിരിക്കും. ഇൻകം വരുന്ന സമയത്ത് എപ്പോഴും എന്താണ്, ഔട്ട്പുട്ട് ആയിരിക്കും. ആ രീതിയിൽ ഓർമ്മിച്ചാൽ മതി. ബിസിനസ്സിലേക്ക് ഇൻകം വരുന്നതാണെങ്കിൽ ഔട്ട്പുട്ട്, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന എക്സ്പെൻസിനൊക്കെ ഇൻപുട്ടാണ്. നമ്മൾ ടാക്സ് ഇൻപുട്ട് ചെയ്ത് നമ്മൾ ടാക്സ് അടച്ചു, അതാണ് അർത്ഥം. ഇത് ഔട്ട്പുട്ട് നമ്മൾ കൊടുക്കാനുള്ളത്. ഔട്ട്പുട്ട് മീൻസ് പേയബിൾ ഓൺ എ ഫ്യൂച്ചർ ഡേറ്റ്. അപ്പോൾ നമ്മളിവിടെ വരുന്ന ജേണലുണ്ട്. ഇപ്പോൾ ഇവിടെ വരുന്ന അക്കൗണ്ടുകൾ പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യണം, ബാങ്ക് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യണം. ഇപ്പോൾ ജേണലി പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെറ്റർ 2,000, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ ഇപ്പോൾ 2,000 5% 100, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 2,000 5% 100, ടു ബാങ്ക് അക്കൗണ്ട് 2,200. ബാങ്ക് നോക്കുക, പോസ്റ്റൽ ചാർജസ് പെയ്ഡ്. അപ്പോൾ നമുക്ക് നോക്കാം, പോസ്റ്റൽ ചാർജസ് അക്കൗണ്ട് ഡെറ്റർ 2,000, ഇൻപുട്ട് CGST അക്കൗണ്ട് ഡെറ്റർ 100, ഇൻപുട്ട് SGST അക്കൗണ്ട് ഡെറ്റർ 100, ടു ബാങ്ക് അക്കൗണ്ട് 2,200. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ട്രാൻസാക്ഷൻ അല്ലേ. ഇപ്പോൾ ഈ ട്രാൻസാക്ഷൻ വന്നപ്പോൾ ഇനി നമ്മൾ നോക്കുക, ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ നമ്മൾ ആദ്യം നോക്കുക, നമ്മൾ കുറേ ഇൻപുട്ട് ടാക്സ് അടച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു ടോട്ടൽ ഇൻപുട്ട് CGST, ആകെ നമ്മൾ അടച്ചിരിക്കുന്ന ഇൻപുട്ട് CGST 5,000 രൂപ ആദ്യം അടച്ചു, പിന്നെ 400, 500, 1000. അപ്പോൾ ആകെ 6,000 രൂപ ഇൻപുട്ട് CGST, അതുപോലെ ഇൻപുട്ട് SGST എത്ര വരുന്നുണ്ട്? 6,000 രൂപ നമ്മൾ ടാക്സ് അങ്ങോട്ട് അടച്ചിട്ടുണ്ട്. ഇനി നമ്മൾ സെയിൽസ് ആണ്, അപ്പോൾ നേരത്തെ 1,35,000-ന് 5% അല്ല. ടോട്ടൽ ഔട്ട്പുട്ട് CGST 6,750 രൂപ അടക്കേണ്ടത്. അപ്പോൾ 6,750 രൂപ ഔട്ട്പുട്ട് SGSTയും ഔട്ട്പുട്ട് CGST അതുപോലെ ഔട്ട്പുട്ട് SGST 6,750 6,750 അല്ലേ, 13,500 നടക്കേണ്ടത്. നമ്മൾ ഇൻപുട്ട് CGST 6,000 അടച്ചു, ഇൻപുട്ട് SGST 6,000 അടച്ചു, 6,000 അങ്ങോട്ടേക്ക് അടച്ചിട്ടുണ്ട്. നമ്മൾ സെയിൽസ് നടത്തുമ്പോൾ 6,750 രൂപ അങ്ങോട്ട് കൊടുക്കും. അപ്പോൾ ഇനി എത്ര രൂപ അടച്ചാൽ മതി? ഇപ്പോൾ നെറ്റ് പേയബിൾ, ഇപ്പോൾ നെറ്റ് CGST പേയബിൾ, അപ്പോൾ 6,750 CGST അടക്കേണ്ടത്, ഔട്ട്പുട്ട് CGST. പക്ഷേ നമ്മൾ ഇൻപുട്ട് ഓൾറെഡി എത്ര അടച്ചു? 6,000 അടച്ചു. അപ്പോൾ ഇനി ബാക്കി 750 രൂപ CGSTയിൽ അടച്ചാൽ മതി. അതുപോലെ തന്നെ SGSTയിലും എന്താണ് 6,750 അടക്കേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്തു, നേരത്തെ പല സമയങ്ങളായിട്ട് 6,000 രൂപ അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് GSTയുടെ പ്രത്യേകത. എന്താണോ ബാക്കി വരുന്നത്, ബാലൻസ് വരുന്ന എമൗണ്ട് മാത്രം അടച്ചാൽ മതി.
നേരത്തെ നമ്മൾ അങ്ങനെയല്ല. നേരത്തെ ഓരോ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, ടാക്സ് അടച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഇപ്പോൾ ഓവർ ടാക്സ് വരും നേരത്തെ. ഇതതില്ല. ഇപ്പം GST വന്നതോടുകൂടി ഓവർ ടാക്സ് പേയ്മെൻറ്റ് ഒഴിവാകും. അപ്പോൾ നമ്മൾ ബാലൻസ് മാത്രം അടച്ചാൽ മതി. അപ്പോൾ നമ്മളിപ്പം വിറ്റ സാധനത്തിന് 6550 രൂപയാണ് ഇറക്കേണ്ടത്. പക്ഷേ നമ്മൾ നേരത്തെ എന്ത് ചെയ്യുന്നത്, പല സമയങ്ങളിലായിട്ട് 6000 രൂപ ഇൻപുട്ട് അടച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് കഴിച്ച് ബാക്കി വരുന്നത് മാത്രം അടക്കാം. അപ്പോൾ ഇനി ഇൻപുട്ട് കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യും, നമുക്ക് റീഫണ്ട് കിട്ടും. തിരിച്ച് കിട്ടും, ടാക്സ് തിരിച്ച് ഗവൺമെൻറ് തിരിച്ച് റീഫണ്ട് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ അടച്ച ഇൻപുട്ട് അധികവും ഔട്ട്പുട്ട് കുറവാണെങ്കിൽ എന്ത് ചെയ്യും, എത്രയാണോ നമ്മൾ കൂടുതലായിട്ട് അടച്ചത്, കൂടുതലായി അടച്ച പൈസ ഗവൺമെൻറ് വിൽ ട്രാൻസ്ഫർ അപ്പോൾ റീഫണ്ട്. അപ്പോൾ അത് നമ്മൾ ചെയ്യുന്നത് ലാസ്റ്റ് നോക്കാം. ഇവിടെ നമ്മൾ നേരത്തെ ഔട്ട്പുട്ട് GST നമ്മൾ ഔട്ട്പുട്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്ത് നേരത്തെ ഡെബിറ്റ് ചെയ്യാം, നേരത്തെ തിരിച്ച് ചെയ്യാം. അതുപോലെ ഇൻപുട്ട് നേരത്തെ നമ്മൾ ഡെബിറ്റ് ചെയ്തു, അത് ക്രെഡിറ്റ് ചെയ്യാം. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് വരുമ്പോൾ അതിന് ഡിഫറൻസ് ചെയ്യുന്ന എമൗണ്ടാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പോൾ ഇൻപുട്ടാണ് കൂടുതലെങ്കിൽ എന്ത് ചെയ്യും, ഡെബിറ്റ് ആവും. ഔട്ട്പുട്ടാണ് കൂടുതലെങ്കിൽ ക്രെഡിറ്റ് വരും. അപ്പോൾ നമുക്കിവിടെ നോക്കാം. നമ്മളിപ്പോൾ ഔട്ട്പുട്ട് CGST, അപ്പോൾ അക്കൗണ്ട് 6550. നമ്മൾ നേരത്തെ അടച്ച ഔട്ട്പുട്ട് CGST 6550 നേരത്തെ നമ്മൾ ക്രെഡിറ്റ് ചെയ്തു, അത് ഇവിടെ നമ്മൾ ഡെബിറ്റ് ചെയ്യുന്നു. അതുപോലെ ഔട്ട്പുട്ട് SGST 6550 ഡെബിറ്റ് ചെയ്യുന്നു. പിന്നെ ഇൻപുട്ട് CGST നമ്മൾ നേരത്തെ മൊത്തം 6000 രൂപയാണ് അടച്ചത്. ആ ഇൻപുട്ട് CGST 6000 രൂപ ഇവിടെ ക്രെഡിറ്റ് ചെയ്യും. നേരത്തെ ഡെബിറ്റ് ചെയ്ത് 6000 രൂപ ക്രെഡിറ്റ് ചെയ്യാണ് ഇൻപുട്ട് CGST. അതുപോലെ ഇൻപുട്ട് SGST 6000. അപ്പോൾ നമുക്ക് ഇവിടെ ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST 6550 13,500 രൂപയാണ് നമ്മൾ ടാക്സ് അടക്കേണ്ടത്. ഗവൺമെൻറ്റിലേക്ക് അടക്കേണ്ട ടോട്ടൽ ടാക്സ് 13,500 പക്ഷെ നമ്മൾ നേരത്തെ ഓൾറെഡി എത്ര അടച്ചിട്ടുണ്ട്, ഇൻപുട്ട് CGST നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു 6000. അതുപോലെ ഇൻപുട്ട് SGST 6000. അപ്പോൾ 6000 12,000 നമ്മൾ അടച്ചു കഴിഞ്ഞു. ഇനി ബാക്കി എത്ര അടച്ചാൽ മതി, 1500 രൂപ അടച്ചാൽ മതി. അപ്പോൾ അതെന്ത് ചെയ്യുന്നു, ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട്. ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ടെമ്പററി അക്കൗണ്ട് പ്രിപ്പയർഡ് ടു അഡ്ജസ്റ്റ് ദ ഡിഫറൻസ് ഇൻ ഇൻപുട്ട് ടാക്സ് ആൻഡ് ഔട്ട്പുട്ട് ടാക്സ്. അപ്പോൾ ഇൻപുട്ട് ടാക്സും ഔട്ട്പുട്ട് ടാക്സും തമ്മിൽ ഡിഫറൻസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി താൽക്കാലികമായിട്ട് തയ്യാറാക്കുന്ന ഒരു അക്കൗണ്ടാണ് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ. അപ്പോൾ ഇത്രയും പൈസ 1500 രൂപ നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെൻറ്റിലേക്ക് ടാക്സ് അടക്കണം. അപ്പോൾ അത്രയും പൈസ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ ട്രാൻസ്ഫർ ചെയ്യും. എന്നിട്ട് അത് പിന്നീട് എന്ത് ചെയ്യും, ഗവൺമെൻറ് അക്കൗണ്ടിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാണ് വരുന്നത്. അപ്പോൾ പിന്നെ GST സെറ്റ് ഓഫ് ഓൺ ആൻഡ് ബാലൻസ് എമൗണ്ട് പെയ്ഡ്. GST നമ്മൾ സെറ്റ് ചെയ്തിട്ട് ബാലൻസ് എമൗണ്ട് അടച്ചു. ഇനിയിപ്പം നേരെ തിരിച്ചു വരാം. എന്താണ്, ഇൻപുട്ട് GST കൂടുതലും ഔട്ട്പുട്ട് കുറവാണെങ്കിൽ നമുക്ക് കിട്ടും, തിരിച്ചു കിട്ടും. തിരിച്ചു വരുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യും. അതായത് ഇൻപുട്ട് ടാക്സ് കൂടുതലും ഔട്ട്പുട്ട് ടാക്സ് കുറവുമാണെങ്കിൽ ഡിഫറൻസ് വിൽ ബി ഡെബിറ്റഡ് ടു ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ അക്കൗണ്ട്. ഇവിടെ നമുക്ക് വന്നിരിക്കുന്നതാണ് ഔട്ട്പുട്ട് കൂടുതലും ഇൻപുട്ട് കുറവാണ്. ഔട്ട്പുട്ട് കൂടുതലാകുമ്പോൾ ഡിഫറൻസ് വരുന്ന എമൗണ്ട് ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജറിൽ ക്രെഡിറ്റ് ചെയ്യണം.